നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഗുരു ദിവ്യനാഥ സൈരന്ധ്രി ദേവി ബാങ്ക് കളി ഉപേക്ഷിച്ചു. ഇനി ബാങ്ക് കളിയില്ല. എന്നാൽ ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക്, ആ ബാങ്ക് അങ്ങനെ തന്നെ പോകും. എന്നാൽ ബാങ്ക് കളി ഇല്ല. കാരണം പലരും പുതിയ ആളുകൾ 1 രൂപ 2 രൂപ 5 രൂപ 6 രൂപയൊക്കെ എനിക്ക് ദാനധർമ്മം എന്ന പോലെയും ബാങ്ക് കളിക്കാനായിട്ട് ഇങ്ങനെ പൈസ അയക്കുന്നു. അതെന്തോ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവരുടെ മുഖം ഞാൻ കാണുന്നില്ല, അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, നേരിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഒന്നുമില്ല. അവരാരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ആ 5-6 രൂപയൊക്കെ എനിക്ക് ഇട്ടുതരും. എനിക്കറിയില്ല അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. അത്യാവശ്യം ഇത്തിരി പൈസ കൂടുതൽ തന്നാൽ അത്രയും നന്നായിരുന്നു. ഇക്കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും കാശ് ഒരുപാട് വേണം. അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. ഇത് 1 രൂപ 2 രൂപയൊക്കെ എനിക്ക് അയച്ചു തരികയാണ്. എന്താവശ്യം? മാത്രമല്ല അവിടെ നല്ല സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുക പോലും ഇല്ല. നന്നായിട്ട് വന്ന് ഇടപെടുത്തു പോലും ഇല്ല. ഒളിഞ്ഞു നിന്നുള്ള സൗഹൃദം, അത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അത്തരം കൂട്ടുകൂടാനും ഒരു ബന്ധം സ്ഥാപിക്കാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പണം ആവശ്യമെന്ന് തോന്നുന്നവർ, പണം എനിക്ക് ആവശ്യമാണ്, ഗുരു ദിവ്യനാഗ സൈരന്ധ്രി ദേവിയുടെ ഒപ്പം നിന്നാൽ നല്ല കൂട്ടാണ് എന്ന് സ്വയം തോന്നുന്നവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ 7558875593 അതിലേക്ക് ഒരു 1000 രൂപയെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുക. 1000 രൂപയെങ്കിലും പേയ്മെൻറ്റ് ചെയ്തിട്ട്, രൂപയെങ്കിലും എന്നാണ് പറയുന്നത്, അപ്പോൾ അതിൽ കൂടുതലും ചെയ്യുക. അതായത് എന്നിട്ട് നിങ്ങളുടെ GP നമ്പർ, PP നമ്പർ, GP നമ്പർ, അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരൊക്കെ അതിൽ ടൈപ്പ് ചെയ്ത് അല്ലെ ഞാനത് ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് എന്ന ചാനലിൽ ഞാനത് ഷോർട്ട് വീഡിയോ പോലെ ആക്കിയിടാം. ആ ഷോർട്ട് വീഡിയോ പോലെ ആക്കിയിട്ടാൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കി ബാങ്കുകൾ കളിക്കാം. ദാനധർമ്മക്കളി, ബാങ്ക് കളിയൊക്കെ നിങ്ങൾക്ക് കളിക്കാം. ഞാൻ ഈ കളി ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് 1000 രൂപയെങ്കിലും ഗൂഗിൾ പേ എനിക്ക് അയച്ചു തരിക. അയച്ചു തന്നിട്ട് നിങ്ങളുടെ GP നമ്പരോ PP നമ്പരോ PTM നമ്പരോ അക്കൗണ്ട് നമ്പരോ ഇങ്ങനെ എഴുതിയിടുക. എന്നിട്ട് ഞാനത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, പണം വേണമെന്നുള്ളവർ മാത്രം പറയുക. അത് ഞാൻ അത് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സുഹൃത്തുക്കളെ തേടി നിങ്ങൾക്ക് വേണ്ടുന്ന പണം നിങ്ങൾ ഒപ്പിക്കുക. ഇപ്പം മനസ്സിലായോ? ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള സൗഹൃദങ്ങളെയെല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തരുന്നതാണ്, പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാവും.
അവിടെ നിങ്ങൾ എന്നെ മറന്നു പോകുന്നു. ഞാനെന്ന വ്യക്തിയെ പോലും മറന്നു പോകുന്നു. അപ്പോൾ ഞാൻ എന്തിനാണ് അങ്ങനെ? നിങ്ങൾ ജോലി എടുക്കുന്നതുമില്ല, പണിയെടുക്കുന്ന മുഴുവൻ ഞാൻ. കാരണം നിങ്ങളൊക്കെ ഒളിമറയിൽ നിൽക്കുവാണ്. ഒരിക്കൽ പോലും എൻ്റെ ക്യാമറയുടെ മുന്നിലേക്ക് പോലും വന്നിട്ടില്ല. ഒളിമറയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുന്നു. എനിക്കത് പറ്റുന്നില്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വീണ്ടും വീണ്ടും പറയുന്നു, ഞാനത് എൻ്റെ ചാനലിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളതിലൂടെ പരസ്പരം സൗഹൃദങ്ങളെ തേടുക. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യുക. അപ്പോഴും ഇവിടെ ബാങ്ക്, അതായത് പണ സിസ്റ്റം മാറുന്നില്ല. അത് എനിക്ക് 1000 രൂപയെങ്കിലും തരുന്നവരുടെ GP നമ്പർ മാത്രമേ പബ്ലിഷ് ചെയ്യത്തുള്ളൂ ഞാൻ. അത് നിങ്ങൾക്ക് നിരന്തരം നിങ്ങളുടെ നമ്പർ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യാം. ഓക്കേ, നന്ദി, നമസ്കാരം. ഇനി ദാനധർമ്മം അത് നിലവിലുണ്ടായിരിക്കുന്നതാണ്. പക്ഷെ അത് നേരിട്ടുള്ള ദാനധർമ്മമായിരിക്കും. അത് GP വഴിയോ ഗൂഗിൾ പേ വഴിയോ PP വഴിയോ ഒന്നുമല്ല, നേരിട്ട് ഇവിടെ വരുന്നവർക്ക് മാത്രം. ഇവിടെ നേരിട്ട് ആരൊക്കെയാണോ വരുന്നത് അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ദാനധർമ്മം ചെയ്യും. അല്ലാതെ കാണാത്ത അറിയാത്ത ആർക്കും ഞാൻ ദാനധർമ്മം ഇനി ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഞാൻ ശില്പഗോപുരം ഇവിടെ ഉണ്ടാക്കുകയാണ്. ആ ശില്പഗോപുരത്തിൻ്റെ പണി ഒന്നും ആയിട്ടില്ല. അതൊന്നും ആയിട്ടില്ല. അതിന് വേണ്ടുന്ന ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ എനിക്ക് വെറും 1 രൂപയോ 2 രൂപയോ 5 രൂപയോ ഒന്നും കിട്ടിയാൽ പോരാ. ജോലി ചെയ്യുന്ന എനിക്ക് പൈസയില്ല. അപ്പോൾ എനിക്കതൊന്നും കിട്ടിയാൽ പോരാ. എനിക്ക് അതിന് വേണ്ടുന്ന പാറപ്പൊടി, സിമെൻറ്റും, കല്ലും മണലും എല്ലാം എനിക്ക് വേണം. അപ്പോൾ ഈ 1 രൂപ 2 രൂപയൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവരോട് തരാൻ പറഞ്ഞാൽ അവർ തരുത്തതൊന്നുമില്ല. അപ്പോൾ എനിക്കിവിടെ ശില്പഗോപുരം വേണം, ശില്പങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളൊക്കെ എനിക്കിവിടെ ചെയ്യണം. പിന്നെ നല്ലൊരു വീട് പോലും ഇല്ല എനിക്ക് കയറി കിടക്കാനുള്ള. എനിക്ക് നിർമ്മിക്കണം. അപ്പോൾ ഈ 1 രൂപയും 2 രൂപയൊക്കെ ഒളിച്ച് ചെയ്യുന്ന ആളുകൾ തന്നാൽ എനിക്കത് പറ്റില്ല. എല്ലാവർക്കും പണം ഇട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഞാൻ ഈ 1 രൂപയും 2 രൂപയും കൊണ്ടൊക്കെ ഞാൻ എങ്ങനെ പൈസ ഇട്ട് കൊടുക്കും? ഗൂഗിൾ പേ ആളുകൾ ധാരാളം, ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ചെലവിന് പോലും പൈസ കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് മിക്കപ്പോഴും ആളുകൾ പൈസ ഇട്ട് തരും. അതൊക്കെ തന്നെ പലപോലെ ആവശ്യത്തിന് അങ്ങ് എടുക്കും. പിന്നെ ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലാണ്ട് വരും. ഇപ്പോൾ തന്നെ പുസ്തകത്തിൻ്റെ പുസ്തകം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ വരുന്നവർക്ക് മാത്രമാണ് സപ്ലൈ ചെയ്യുന്ന പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിന് വേണ്ടിയുള്ള പൈസ എനിക്ക് കൊടുക്കണം. ആ പുസ്തകത്തിന് ഉള്ള കാശ് കൊടുക്കണം. പിന്നെ ഒരുപാട് ചെലവുകളാണ്. അപ്പോൾ ആ ചിലവിനുള്ള പണം എനിക്ക് ബാങ്കുകളിൽ കളിച്ചിട്ട് പോലും എനിക്ക് ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇനി ബാങ്ക് കളി തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങളാരും നിർത്തണ്ട. ഞാനും നിർത്തുന്നില്ല. ബാങ്കുകളിൽ ഞാനും നിർത്തുന്നില്ല. പക്ഷേ ബാങ്കുകളിൽ നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പണം തരുന്നത് നിർത്തിവെച്ചേക്കുവാണ്. ഞാൻ അങ്ങോട്ട് ഇനി പണം തരില്ല, ആർക്കും പണം കൊടുക്കുന്നില്ല.
ദാനധർമ്മം എങ്ങാനും ചെയ്യുന്നവരെ നേരിട്ട് വരിക. ബാങ്കുകളിൽ അങ്ങോട്ട് ആർക്കും പണം കൊടുക്കുന്നില്ല. പിന്നെ പണം ആവശ്യമുള്ളവർ 1000 രൂപ എനിക്ക് ഗൂഗിൾ പേ വഴി ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇങ്ങനെ ഞാൻ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് പൈസ ഇങ്ങോട്ട് തരിക. ഞാൻ എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ അങ്ങോട്ട് ഇനി ആർക്കും പണം തരില്ല. കാരണം എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് നടക്കുന്നില്ല. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പണം വേണ്ടുന്നവരാരൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ GP നമ്പർ, ഗൂഗിൾ പേ, പേടിഎം അതിൽ സ്പഷ്ടമായിട്ട് നല്ല ക്ലിയറായിട്ട് എഴുതിയിടുക. 1000 രൂപയും അതിൽ വയ്ക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.